50-ാമത്തെ എപ്പിസോഡ് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ വേറൊരു കാര്യം കൂടി വേണമെങ്കിൽ ബിഗ് ബോസിന് ചെയ്യാമായിരുന്നു. ജാസ്മിനെ ജിൻഡോയെ ഒന്നിച്ച് സീക്രട്ട് റൂമിലേക്ക് വേണമെങ്കിൽ വിടാമായിരുന്നു അല്ലേ? അത്തരം ഒരു സാധ്യത ബിഗ് ബോസ് പരിശോധിക്കുമെങ്കിൽ എത്ര നന്നായിരുന്നു. ഒന്നാമത്തെ കാര്യം, സീക്രട്ട് റൂമിനകത്ത് തന്നെ നല്ല കണ്ടന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇവർ ജയിലിൽ കിടന്നപ്പോൾ തന്നെ കണ്ടല്ലോ. പിന്നെ മാരകായുധങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും. പക്ഷെ ഇവർ ഒന്നിച്ച് സീക്രട്ട് റൂമിൽ പോയാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നേനെ. അതായത് പക്ക എവിക്ഷൻ ആണെന്ന് ഹൗസ് മേറ്റ്സിന് തോന്നണം. അതും പ്രേക്ഷകരുടെ വോട്ട് കൊണ്ടായിരിക്കരുത്, ഇജക്റ്റ് ചെയ്ത് കളഞ്ഞതുപോലെ തോന്നണം. ബിഗ് ബോസ് രണ്ടുപേരെയും സഡനായിട്ട് അങ്ങ് പുറത്താക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ നമുക്ക് കാണാനുള്ളത് ഗബ്രിയുടെ കളിയാണ്. എത്രമാത്രം ഗബ്രി ജെന്യൂൻ ആയിരുന്നു റിലേഷനിൽ, എങ്ങനെയായിരിക്കും ഗബ്രി മുന്നോട്ട് പോവുക, ഇത് വളരെ പ്രധാനമാണ്. ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നു, ജിൻഡോ പോകുന്നു. രണ്ട് സ്ട്രോങ് പ്ലേയേഴ്സ് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവിടെയുള്ള ബാക്കി ഹൗസ് മേറ്റ്സ് അവിടെ അതിജീവിക്കുക, ആരുടെയൊക്കെ കളികളായിരിക്കും പുറത്തു വരിക, ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യും, ഈ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അതേസമയം തങ്ങളുടെ ഒപ്പം നിന്നവരുടെ ശരിക്കുള്ള മുഖം സീക്രട്ട് റൂമിലിരിക്കുന്ന ജാസ്മിനും ജിൻഡോയ്ക്കും മനസ്സിലാവുകയും ചെയ്യും. അത് ഒരു ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കും. ഈ സീസണിൽ അത്തരമൊരു സീക്രട്ട് റൂം ഉണ്ടെങ്കിൽ സംഗതി പൊളിയായിരിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇപ്പോഴും രംഗത്ത് വരാതെ കളിക്കുന്നവരൊക്കെ രംഗത്ത് വരും. ഇവരുടെ കൂടെ നിന്ന് കളിക്കുന്നവരുടെയൊക്കെ തനി സ്വരൂപം പുറത്തു വരും. പ്രണയം മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞു നടന്നവർ റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് മനസ്സിലാവും. ഇവരുടെ അസാന്നിധ്യത്തിൽ ബിഗ് ബോസ് വീട് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും സീക്രട്ട് റൂമിൽ ഇട്ടാൽ അത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. കാരണം ഈ സീസണിൽ എന്തൊക്കെ പറഞ്ഞാലും നെഗറ്റീവ് ഓർ പോസിറ്റീവ് സ്ട്രോങ് പ്ലേയേഴ്സ് ആണ് ജിൻഡോയും ജാസ്മിനും. സോ അവിടെയും നമുക്ക് കണ്ടന്റ് കിട്ടും, അകത്തും ചിലപ്പോൾ കണ്ടന്റ് കിട്ടും. ഇവർക്കും ഗെയിം ചേഞ്ച് ചെയ്യാൻ ഒരു അവസരം കിട്ടും അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ.